നമ്മുടെ RC ബുക്കുകൾ ഒന്ന് പ്രിൻറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നവംബറിലെ കേസുകൾ മാത്രമേ പ്രിൻറ്റ് ചെയ്ത് ലഭിച്ചുള്ളൂ. അതിനുശേഷമുള്ളത് വീണ്ടും പ്രിൻറ്റിംഗ് നിലച്ചു. ഡിസംബറിന് ശേഷമുള്ള കേസുകളൊന്നും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് ഉടൻ പ്രതീക്ഷിക്കാം. നമുക്ക് ടൂ ചേസിനെ പറ്റിയിടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നം പ്രദേശം നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു കോമ്പാക്ട് SUV നല്ലൊരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട്. 2021 മോഡൽ കിയ സെൽറ്റോസ് DCT ഓട്ടോമാറ്റിക് ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 28,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL 53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. DCT ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടല്ലോ. നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീസൽ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനമാണ് കിയ സെൽറ്റോസ് എന്നുള്ള വാഹനം. HTK+ എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനീൻ്റെ ഇതിനകത്ത് കൊടുത്ത് HTK+ കൊടുത്തിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ HTK+ എന്നുള്ളൊരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബമ്പർ മാത്രമാണ് ഹിസ്റ്ററി പ്രകാരം റീപ്ലേസ് ഉള്ള ഫ്രണ്ട് ബമ്പർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ഷോറൂം കണ്ടീഷനിൽ നല്ലൊരു മിൻറ്റ് കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനമാണ് ഈ ഒരു കിയ സെൽറ്റോസ് എന്നുള്ള വാഹനം. സെൽറ്റോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ പല GT ലൈൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വേരിയൻസ് ശേഷം 10-14ഓളം വേരിയൻസിൽ നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടായിരുന്നു. അതിനകത്തൊരു മിഡിൽ വേരിയൻ്റ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു വേരിയൻ്റാണ് HTK+ എന്നുള്ള വേരിയൻറ്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് GT ലൈൻ എന്നുള്ള വേരിയൻ്റ് ആയിരുന്നു. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിലും നല്ല അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം HTK+നകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC അല്ല എന്നുള്ള പോരായ്മ, സീറ്റ് കവർ ഇല്ല. അങ്ങനെ നോർമലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. 2021 മോഡൽ കിയ സെൽറ്റോസ് HTK+ DCT ഗിയർ ബോക്സിൽ ഇരുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 14,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 13 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യത്തോടു കൂടി 5 വർഷത്തെ മാസത്തവണയിൽ അല്ലെങ്കിൽ 7 വർഷത്തെ മാസത്തവണയിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഇൻട്രസ്റ്റിൽ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. 14,85,000 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം SUV സെഗ്മെന്റിൽ മറ്റൊരു 7 സീറ്റ് വാഹനമാണ് മഹീന്ദ്ര TUV 2017 മോഡൽ T10. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഡീസലിൽ മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പാണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 34 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 34 പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 7 സീറ്റ് സെഗ്മെന്റിൽ വരുന്ന വാഹനം കൂടിയാണിത്. T10 ആയതുകൊണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുത്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഏകദേശം 4-5 വേരിയൻസ് ആയിട്ടായിരുന്നു ഈ വാഹനങ്ങൾ ഇറങ്ങിയത്. ഒരു തൊട്ട് താഴെ T8-ൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. T10 മുകൾക്ക് വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന ചില ഇതിൻ്റെ ബ്ലാക്ക് കളറിന് നമുക്ക് കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ കുറച്ച് പാടാണ്. കാരണം ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടെങ്കിൽ പോലും അത് എടുത്ത് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഒരു ബ്ലാക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. അതായത് ഒരു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് 1-2 ദിവസം ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ബ്ലാക്കിൻ്റെ ഫെയ്ഡ് ആ ഒരു ഡസ്റ്റ് ഒന്ന് പിടിച്ച് നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കും. നേരെ മറ്റു കളറൊക്കെ ആണെങ്കിൽ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. അത് മാത്രമാണ് ബ്ലാക്കിന് ഒരു നെഗറ്റീവ് ഉള്ളത്. പക്ഷേ കാണാൻ അത് കേക്ക് തുടച്ച് മിനുക്ക് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ അട്രാക്ഷൻ കിട്ടുന്നൊരു കളറാണ് ബ്ലാക്ക്. T10 ആയതുകൊണ്ട് തന്നെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വേരിയൻ്റാണ് T10 എന്നുള്ള വേരിയൻറ്റ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് വരുന്നുണ്ട്. സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ ഒക്കെ സ്വിച്ചസ് ഈ ഒരു സെൻട്രൽ പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ട്യൂട്ടർ വരുന്നത് ഇതിൻ്റെ സ്റ്റീരിയോൻ്റെ ട്യൂട്ടർ വരുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ ട്യൂട്ടർ വന്നിട്ടുള്ളത്. 7 സീറ്റിൽ അത്യാവശ്യം ബാക്കിലൊക്കെ സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് TUV എന്നുള്ള വാഹനം. മാത്രമല്ല ഇത് എടുത്തു പറഞ്ഞതിൻ്റെ റൈഡിങ് കംഫർട്ട് തന്നെയാണ്. നമുക്ക് റൈഡ് ചെയ്യാൻ നല്ല ഒരു കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം കൂടി. നമ്മൾ ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് TUV എന്നുള്ള വാഹനം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത്. അത്യാവശ്യം മൈലേജ് ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജും കണക്കാക്കാം. ടയേഴ്സൊക്കെ ഒരു 60% ടയേഴ്സും വരുന്നുണ്ട്. എഞ്ചിൻ ഭാഗത്തൊന്നും പായപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത്. ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലെ കണ്ടീഷനിൽ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത്. ക്രോസ് ബമ്പറോ അല്ലെങ്കിൽ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. റസ്റ്റ് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ഈ വാഹനത്തിന് കാര്യപ്പെട്ട റസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിൽ ചെറിയ രീതിയിലുള്ള റസ്റ്റ് മാത്രം കാണിക്കൊണ്ടെന്നല്ലാതെ വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ നോക്കുകയാണെങ്കിലും ഏത് ഉൾഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്.
മഹേന്ദ്ര TV 2017 മോഡൽ T10 വേരിയൻ്റ് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെറ്റ് പ്രൈസോടുകൂടി 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 6,20 ഇവിടെ പ്രൈസ് എടുക്കുന്നത്. പക്ഷേ 6 രൂപ നെറ്റ് പ്രൈസിന് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഫിനാൻസ് സൗകര്യം നമുക്ക് 5,50 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു 7 സീറ്റ് SUV സെഗ്മെൻറ്റ് വാഹനം. അത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോൾ എമൗണ്ട് കിട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതിൽ 5 lakh മുതൽ 550 വരെയാണ് നമുക്ക് ലോൺ സൗകര്യം ലഭിക്കുന്നത്. 5 വർഷത്തെ മാസത്തവണയുടെ ഏകദേശം 13 രൂപ റേഞ്ചിൽ ആണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം മറ്റൊരു വേണ കൂടിയാണ്. 2012 മോഡൽ EX വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന KL02 കൊല്ലം രജിസ്ട്രേഷനിൽ നിന്ന് കാണാൻ നല്ലൊരു അടിപൊളി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വാഹനം. ഒരു വേണ നല്ലൊരു അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന 1.6 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. പെട്രോൾ പൊതുവെ മൈലേജ് കുറവായിരിക്കും എന്നുള്ള നെഗറ്റീവ് മാത്രമല്ല, പക്ഷേ വാഹനം പെർഫോമൻസ് കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുണ്ടാവില്ല. ഒരു 10 to 12, 13 റേഞ്ചിൽ 15 ഉള്ളിൽ മാത്രം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. 1.6 ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പാണ്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലോയ് തന്നെയാണ്. നല്ല കിടിലൻ അലോയ്സാണ് ഇതിനകത്ത്, ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. വേറെ ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം വേണ്ട EX ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സൺഡർലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടയർസൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 ടയർസും ആവറേജ് ടയർസ് എന്ന് പറയാം. ഒരു 50-60% ടയർസ് ഉണ്ട്. ബാക്ക് റോക്കോ ഡിക്കി ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അധികം അങ്ങനെ റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യാം. അല്ലാതെ കാര്യപ്പെട്ട പരിക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വേർണയാണ് 2012 മോഡൽ വരുന്ന ഈ വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ 2012 ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയതായിട്ട് അത് ഡാമേജ് ആയി തുടങ്ങിയിട്ട് ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പോരായ്മയുണ്ട്. മറ്റുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾ എന്നുള്ള ഫീച്ചേഴ്സ്, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വേരിയൻ്റിൻ്റെ അകത്ത് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബാറ്ററി 24 റീപ്ലേസ് ചെയ്തിട്ടുള്ള പുതിയ ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണ്ടിൻ്റെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു 12ൻ്റെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ. ഗ്ലാസ്സിൽ ഹ്യൂണ്ടൈൻ്റെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തും ഉള്ള ഒരു വാഹനം കൂടിയാണിത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നൊരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2012 മോഡൽ വരുന്ന ഈ വേർണ. 2012 സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. ഈ വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾ സ്വന്തമാക്കാം 3,35,000 രൂപയ്ക്ക്. ഏകദേശം ഒരു 2,75 അല്ലെങ്കിൽ 2,80 റേഞ്ചിൽ 3ൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഏകദേശം 3 വർഷത്തെ കാലയളവിൽ ഏകദേശം 10 രൂപ റേഞ്ചിൽ EMI വരുന്ന രീതിയിൽ 3,35 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം ഏറ്റവും ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ. 2019 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 40,000 കിലോമീറ്റർ ഓടിയുള്ള റെഡിഗോ എന്നുള്ള വേരിയൻ്റ് വരുന്ന KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. മൊത്തത്തിൽ 40ആണ്, 40,000 കിലോമീറ്റർ KL40. വാഹനം 2019 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണിത്. വേറെ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഏറ്റവും എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന മറ്റൊരു വാഹനം കൂടിയാണ് ഇതിന്. ഏറ്റവും സ്മാൾ സെഗ്മെൻറ്റ് നമ്മൾ ടൗൺ പർപ്പസിനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ വാഹനമാണ്. കാര്യപ്പെട്ട മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സെയിം കിഡിൻ്റെ ഒക്കെ സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 800 cc വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസോ കാര്യങ്ങൾക്കൊന്നും അത്യാവശ്യം വേണ്ട പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു. ബോഡി കാര്യങ്ങളൊന്നും വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം ടയർ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല മൈലേജും ലഭിക്കുന്ന ഒരു വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ എന്നുള്ള വാഹനം. ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തതിൽ. കാര്യപ്പെട്ട സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. 2019 ലോ കിലോമീറ്റർ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റി വാഹനത്തിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടയേഴ്സ് ഏകദേശം ഒരു 60% 4 ടയേഴ്സും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സീറ്റ് കവർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെയ്യാം. സ്റ്റീരിയോ ഇതിനകത്ത് ചെയ്തിട്ടില്ല. സ്റ്റീരിയോ വേണമെങ്കിൽ ചെയ്യാം. സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഡാഷിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. വേറെ ഇന്ത്യയിലൊക്കെ നല്ല ആ ഒരു പുതുമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2019 ആ ഒരു ഫീൽ, ആ സ്മെല്ല് പോലും ഇപ്പോഴും വാഹനത്തിനകത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളും ഒന്നും തന്നെ ഉൾഭാഗങ്ങളോ ഇൻറ്റീരിയറിലോ അല്ലെങ്കിൽ എക്സ്റ്റീരിയറിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എഞ്ചിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം.
എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിഡിൻ്റെ സെയിം അതേ അവസ്ഥയിൽ തന്നെ ഓയിൽ ലീക്ക് നോക്കണം. ഓയിൽ ലീക്ക് ഈ വാഹനത്തിനകത്ത് കാണുന്നില്ല. സാധാരണ രീതിയിൽ ഓയിൽ ലീക്ക് കിഡിൻ്റെ അതേ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വാഹനത്തിനകത്ത് നിലവിലെ കണ്ടീഷനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു ലോ ബഡ്ജറ്റ് വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ 2019 മോഡലിൽ വരുന്ന എ വേരിയൻ്റ് ഇരുന്ന വാഹനം. നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,20,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി ഫുൾ ലോൺ ലഭിക്കും. എനിക്ക് 2,20,000 ലോൺ സൗകര്യം ലഭിക്കുന്നൊരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 5,500-6 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ EMI വരിക. സാധാരണ ഇതിൽ ഈ ഒരു കളറിൽ എൻ്റെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു കളറായിരുന്നു ഈ ഒരു കളർ. പക്ഷേ ഒരു വാഹനം ഒരു ടിയാഗോ അതിന് മുമ്പ് എനിക്കൊരു വേണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിലൊരു വാഹനം ഞാനത് പർച്ചേസ് ചെയ്തു. പക്ഷേ വാഹനം അത് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി കണ്ട സമയത്ത് ആ ഒരു യെല്ലോ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്തു. മറ്റുള്ള യെല്ലോ എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള യെല്ലോ ആണ് ടിയാഗോയുടെ യെല്ലോ കളർ. സെയിം ഈ ഒരു വാഹനം അതേ കണ്ടീഷനിൽ നിൽക്കുന്നത് നല്ലൊരു മിൻ കണ്ടീഷൻ. നമുക്ക് കാണുമ്പോൾ തന്നെ യെല്ലോ കളർ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാതെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു യെല്ലോ ടിയാഗോ 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. XM എന്നുള്ള വേരിയൻ്റാണ്. XM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ. XC, XM, XT, XZ ഇങ്ങനെ 4 വേരിയൻസ് ആയിട്ടാണ് ടിയാഗോ ഇറങ്ങിയിട്ടുള്ളത്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് XM എന്നുള്ള വേരിയൻ്റ് അകത്ത് കൊടുത്തിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ടിയാഗോ എന്നുള്ള വാഹനം. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80-85% 4 ടയേഴ്സും വരുന്നുണ്ട്. ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ലാതെ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെ എന്ന് പറയാം. എവിടെയും പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ ഒരു യെല്ലോ ടിയാഗോ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല കമ്പനി സീറ്റ് കവറാണെങ്കിൽ പോലും ആ ഒരു കവറൊക്കെ അതേപോലെ നല്ല പുത്തനായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോണിയുടെ സ്റ്റീരിയോ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നത്. കാര്യപ്പെട്ട XM ആയതുകൊണ്ട് കാര്യപ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കമ്പനി കൊടുക്കുന്നില്ല. ബേസിക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. എൻജിൻസ് ഭാഗം കൂടി ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. നല്ലൊരു ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പോരായ്മകൾ ഒന്നും തന്നെ ഇല്ലാതെ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ടിയാഗോ 2016 മോഡൽ XM വേരിയൻ്റ് വാഹനം നിങ്ങൾ സ്വന്തമാക്കാം വെറും 3,50,000 രൂപക്ക്. ഏകദേശം ഒരു 3,25 വരെ നമുക്ക് ഇതിനകത്ത്, അല്ലെങ്കിൽ 3,30 അത്യാവശ്യം സിബിൽ സ്കോർ കാര്യങ്ങൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3.5 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 7-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഡീസൽ എഞ്ചിൻ ഒരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ്. 2016 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയൻ്റ് എന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. തൊട്ട് താഴെ സിഗ്മ, അതിന് തൊട്ട് മുകളിൽ സീറ്റ, അതിന് തൊട്ട് താഴെ അൽഫ എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് ബലേനോ എന്നുള്ള വാഹനങ്ങൾ നേരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് തന്നെ ഡീസൽ വാഹനങ്ങൾ വളരെ കുറവാണ്. നമ്മളെ വീഡിയോയിലൊക്കെ കാണിക്കാനും വളരെ കുറവാണ്. നമുക്ക് നിരത്തുകളിലും കൂടുതൽ വാഹനങ്ങൾ പെട്രോൾ നമുക്ക് കാണാൻ സാധിക്കാറ്. 1.3 എഞ്ചിനിൽ വരുന്ന CCയിൽ വരുന്ന ഡീസൽ എഞ്ചിൻ DDS എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഒരു 18-22 വരെ നമുക്ക് ഇന്നത്തെ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ബലേനോ ഡീസൽ എഞ്ചിനിൽ ഇത് വാഹനം. KL 07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന, സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റാരിംഗ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തുള്ള. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-65% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് മുതൽ ഫ്രണ്ട് വരെ കാര്യപ്പെട്ട നെഗറ്റീവ്സോ സ്ക്രാച്ചോ ഡെൻറ്റോ മേജറായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ വരാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. 2016 മോഡലിൻ്റെ ഈ ഒരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ തന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതും കമ്പനീനെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെ പറയാം. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം കാണിച്ചു തരാം. ഇന്റീരിയർ ഭാഗമല്ല, എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. കാരണം ആ ഒറിജിനൽ 2016 ഒരു യെല്ലോ ഫെയ്ഡിങ് കളർ വരുന്ന സ്റ്റിക്കറാണത്. അതൊക്കെ ഫെയ്ഡായി പോയിട്ട് വൈറ്റ് ആയിട്ടുണ്ട്.
പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളറൊക്കെ 2016 അതേ പഴക്കം കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. വേറെ ഫ്രണ്ട് അടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ബലേനോ 2016 മോഡൽ വരുന്ന ഡെൽറ്റ ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,65,000 രൂപയ്ക്ക്. 5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഏകദേശം 11,500 to 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു 20 to 25 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന CNG വരുന്ന ഒരു വാഹനമാണ്. അതും സാൻഡ്രോ 2019 മോഡൽ മാഗ്ന വേരിയൻ്റ് വരുന്ന വാഹനം. KL 42 പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. CNG വരുന്ന വാഹനമാണ്. പെട്രോളും CNGയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. CNG ഇത് പിന്നെ എൻ്റെ അറിവ് പ്രകാരം ഇത് വാഹനം കമ്പനി ഇറങ്ങിയ സമയത്ത് തന്നെ കമ്പനീനെ CNG വാഹനമായിട്ട് വന്ന വാഹനമാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതെനിക്ക് 100% എനിക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. CNGയിൽ വാഹനങ്ങൾ സാൻഡ്രോ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ജസ്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ സാധാരണ വാഹനങ്ങൾക്കൊന്നും ഗ്ലാസിനകത്ത് ബാഡ്ജിങ്ങും CNGയുടെ ബാഡ്ജിങ്ങൊക്കെ വരാറ് കമ്പനി CNG കൊടുക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുപോലത്തെ CNG എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ ഗ്ലാസിനകത്തൊക്കെ വരാറ്. ഈ വാഹനത്തിൽ അത്തരത്തിലുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നോട് ഓണർ പറഞ്ഞതും ഇത് കമ്പനി വാഹനം ഇറങ്ങിയ സമയത്ത് ഇതിനകത്ത് പിന്നെ കമ്പനി CNGയിൽ വന്ന വാഹനമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അറിവ് ഒരു പുതിയ സാൻഡ്രോക്കകത്ത് ഞാൻ സാധാരണ ഇതിൽ CNGയിലെ വാഹനങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക CNG സാൻഡ്രോ ഇറങ്ങിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത്. ഇത് KL 42 രജിസ്ട്രേഷനിൽ വരുന്ന പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. പറവൂർ 42 കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫ്ലഡ് ചെക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഈ വാഹനം 2019 ആയതുകൊണ്ട് ടെൻഷൻ വേണ്ട. 2018 പറവൂർ ഫ്ലഡ് ഉണ്ടായിരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. നല്ല പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ളൊരു വാഹനം. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. മാഗ്ന എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ സ്പോർട്സ്, അതിൻ്റെ മുകളിൽ ആസ്റ്റ എന്നുള്ള വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ഇറ എന്നുള്ള വേരിയൻറ്റും സാൻഡ്രോ എന്നുള്ള വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ്. പരിക്ക് കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. 4 ടയേഴ്സും അത്യാവശ്യം ഒരു ആവറേജ് ടയേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ മാത്രമേ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ ഈ വാഹനത്തിനകത്ത്. മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ലാതെ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് കവറാണ് വന്നിട്ടുള്ളത്. ഈ സാൻഡ്രോയുടെ ഈ ഒരു സീറ്റ് കവറിൻ്റെ ഈ ഒരു കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കളറാണ്. കാരണം വെച്ചാൽ ഒട്ടുമിക്ക വാഹനങ്ങളും അത് കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നൊരു ചളി പിടിച്ച പോലെ ഒരു ഫീൽ കിട്ടുന്ന ഒരു രീതിക്ക് മാറുന്നുണ്ട്. ഞാൻ ചില സാൻഡ്രോ ഇതിന് നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു കളർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഈ വാഹനം. പക്ഷേ ചില വാഹനങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഫെയ്ഡായിട്ട് കാണാറുണ്ട്. ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. ഡോർപാട് കാര്യങ്ങൾക്കൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം മറന്നുപോയി, അതിൻ്റെ ഡിക്കിയിലെ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. CNG ആഡ് ചെയ്ത് കാരണം ഇതിൻ്റെ ഡിക്കിക്കകത്തുള്ള സ്പേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം സിലിണ്ടർ ഇരിക്കുന്നത് ഡിക്കിക്കകത്താണ്. അതുകൊണ്ട് തന്നെ ഡിക്കി സ്പേസ് വേണ്ടവർക്ക് ഈ ഒരു വാഹനം ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഡിക്കി ഇത്രയും സ്പേസ് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്പേസ് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ ഈ ഒരു സ്പേസ് മാത്രം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗങ്ങൾക്ക് ഒരു അറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ. അല്ലാത്ത രീതിയിലുള്ള പർപ്പസ് ഡിക്കി കൊണ്ട് നടക്കത്തില്ല. സിലിണ്ടർ അത്രയും വലിയ സിലിണ്ടർ ഇരിക്കുകയാണ്. പക്ഷേ ആ സിലിണ്ടർ ഇരിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. 25 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിധ ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്കാ കണ്ടീഷനിൽ നിൽക്കുന്നത്. പേസ്റ്റിംഗ് ഡാമേജോ കാര്യങ്ങളോ ക്രോസ് ബമ്പർ വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓയിൽ ലീക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററി 24 റീപ്ലേസ് ചെയ്തിട്ടുള്ള 3-ാം മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയും കൂടിയാണിത്. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെറ്റ് പ്രൈസോടുകൂടി 3,60,000 രൂപയ്ക്ക് 3,60 നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് ഫുൾ ലോണോടുകൂടി സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ തവണയിൽ ഏകദേശം 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. 3,60 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മൾ അടുത്ത വാഹനം മാരുതി സുസുക്കി മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നൊരു വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXI ഗ്ലോറി എഡീഷനായിട്ട് വാഹനം മാരുതി ഇറക്കിയിട്ടൊരു വാഹനം. അത്യാവശ്യം നല്ല അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നൊരു കളറും അതേപോലെ കളറിലൊരു സ്റ്റിക്കർ വർക്കും അതേപോലെ ബമ്പറിനകത്ത് സ്കേർട്ടിങ് റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഗ്ലോറി എഡീഷൻ ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ 2016 മോഡൽ വരുന്ന സ്വിഫ്റ്റ് VXI സിംഗിൾ ഓണർഷിപ്പിൽ വെറും 50,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ബോഡിയാണ് ഈ വാഹനത്തിന് വന്നത്. നമ്മൾ മറ്റുള്ള സ്വിഫ്റ്റുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ ഒരാൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ബോഡി ഫിനിഷിംഗ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% 4 ടയേഴ്സും വരുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ബോഡിയുടെ സ്റ്റിക്കർ 2 ഡോറിൽ അതേപോലെ തന്നെ റൂഫിൽ
ഫ്രണ്ടിലെ ബോണറ്റ്, ബാക്കിലൊക്കെ ഡിക്കി, അങ്ങനെ മൊത്തത്തിൽ ആ 4 ഭാഗങ്ങളിലും നമുക്ക് ആ സ്റ്റിക്കറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്ലോറി എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ്, ഒരു സ്റ്റിക്കറൊക്കെ ഒരു ബാഡ്ജിങ് ഇവിടെ ഡിക്കീൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ താഴെ ഭാഗത്ത് ഒരു സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റണ്ണിങ് ബോർഡിലും ഒരു സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ലോങ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ, കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണിത്. മറ്റുള്ള വൈറ്റ് കളർ അതേപോലെ തന്നെ മറ്റുള്ള കളറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ് നമുക്ക് ഒരു കണ്ണിനൊരു കുത്തുന്ന രീതിയിലുള്ള റെഡും അല്ല, ഒരു കാണുമ്പോൾ തന്നെ ഒരു മൊഞ്ച് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറയാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ റെഡ് തീം ഇന്റീരിയർ സീറ്റ് കവറിലും വന്നിട്ടുണ്ട്. ആ ഒരു 2 ലൈനോട് കൂടിയ സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈവൻ ഗിയറിൻ്റെ ലിവറിനകത്ത് പോലും ആ ഒരു പിന്നെ റെഡ് കളറിൽ ആ ഒരു തീം വന്നിട്ടുണ്ട്. സ്റ്റാരിങ് ലിവറിനകത്ത് സ്റ്റാരിങ് കവറിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കാണാനൊരു അട്രാക്ഷൻ, ഒരു നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു വാഹനമാണ് 2016 മോഡലിൽ ഈ ലിമിറ്റഡ് എഡിഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ്. പെട്രോൾ ആയതുകൊണ്ട് 15 റേഞ്ചിൽ 15 to 17 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഡോർ പാഡോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ബാക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് നോക്കുകയാണെങ്കിലൊക്കെ സീറ്റ് ഡോറും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലെ ഡാമേജ് കാര്യങ്ങൾ, കുഷന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാഹനം. ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു ഏറ്റവും മറ്റത് ചെറിയൊരു ഡെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രം ഒരു ചെറിയൊരു പോരായ്മെങ്കിലും ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും നോക്കാനുള്ള ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ ഒന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓയിൽ ലീക്കില്ല. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിൽ നിൽക്കുന്നത്. ബോണ്ടിൻ്റെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുറമെയുള്ള ഒരു ചെറിയൊരു ഡെൻറ്റ് ഈ ഒരു ഉൾഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പേസ്റ്റിങ് ചെറിയ തോതിൽ ഇവിടെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ള ഒറ്റ ചെറിയൊരു പോരായ്മ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ലൊരു കാണുമ്പോൾ നമുക്ക് അട്രാക്ഷൻ, എനിക്ക് എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് അറിയില്ല. കാരണം നമുക്ക് ആ നേരിട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ് 2016 മോഡൽ വരുന്ന സ്വിഫ്റ്റ് ഇയർ ഗ്ലോറി ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന ഈ വാഹനം. ഈ വാഹനം നെറ്റ് പ്രൈസോട് നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,65,000 രൂപയ്ക്ക്. ഒരു 4,25 ലോൺ സൗകര്യത്തോടെ, അല്ലെങ്കിൽ 4,30, 35 വരെ നമുക്ക് ലോൺ സൗകര്യം, നല്ല സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് പുഷ് ചെയ്തിട്ട് 4,50 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ലിമിറ്റഡ് എഡിഷൻ വാഹനം 2016 മോഡൽ ലോ കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു സിബിൽ സ്കോർ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ 4,50 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 4,65 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 5 വർഷത്തെ മാസത്തവണയോട് കൂടിയാണ് ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു 4,25 ലോൺ ഇട്ട് കഴിഞ്ഞാൽ 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം ഹോണ്ടയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനമാണ്. അതും ഹോണ്ട ജാസ് 2015 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം VX വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനം കൂടി. എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന ഒട്ടുമിക്ക 07 കുറച്ചധികം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്രോൾ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം VX എന്നുള്ള വേരിയൻ്റ് വാഹനമാണ്. അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള സ്പോയിലർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വേരിയൻ്റാണ് VX എന്നുള്ള വേരിയൻറ്റ്. IV ടെക് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അതേ സെയിം എക്സ്റ്റീരിയറിൻ്റെ അതേ ക്വാളിറ്റിയിലാണ് ഇന്റീരിയർ ഭാഗം നിൽക്കുന്നത്. ഈ ഭാഗങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങൾ, ഡാഷ്ബോർഡോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല പുതിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റാരിംഗ് കവർ ഇല്ല എന്നൊരു പോരായ്മ മാത്രമുള്ള, സ്റ്റാരിംഗ് കവർ ഇല്ലാതെ വാഹനം ഇറങ്ങിയ സമയത്ത് ഇത്രയും കാലം ഓടിച്ചതുകൊണ്ട് ചെറിയൊരു കളർ ഫെയ്ഡിങ് ഇവിടെ സ്റ്റാരിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ഒരു കവർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. കമ്പനി നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ഈ ഒരു ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് VX എന്നുള്ള വേരിയൻറ്റ്. ഏകദേശം ഒരു 15 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു റൈഡിങ് കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഹോണ്ട ജാസ് എന്നുള്ള ഈ ഒരു വാഹനം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ ഫെയ്ഡിംഗ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആ 2015 പഴക്കം നമുക്ക് കിട്ടുന്നുണ്ട് 2 സൈഡിലെ ഹെഡ്ലൈറ്റിനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത ഒരു വാഹനം കൂടിയാണിത്. അതേപോലെ ബോണ്ടിൻ്റെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ പഴമ 2015 ആ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും IV ടെക് എഞ്ചിനിൽ ഒരിക്കലും വരാൻ ചാൻസ് 99% ഇല്ലാത്തൊരു എഞ്ചിനാണ് IV ടെക് എഞ്ചിന്. ഓയിൽ ലീക്കൊന്നും ഞാൻ ഒരു വാഹനത്തിലും ഇതുവരെ ഇത്രയും വാഹനം ഹോണ്ടയുടെ വാഹനങ്ങൾ ഇട്ടിട്ട് പോലും ഒരു വാഹനത്തിന് പോലും ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ IV ടെക് എഞ്ചിനിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള എഞ്ചിനും കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വാഹനമാണ് ഹോണ്ട ജാസ് എന്നുള്ള 2015 മോഡൽ VX പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 4,50 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2015 ആയതുകൊണ്ട് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഏകദേശം EMI 8 to 9 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു സെഡാൻ വാഹനം, അതും ഓട്ടോമാറ്റിക് വരുന്ന ഹോണ്ട സിറ്റി 2015 മോഡൽ
CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന VX വരുന്ന വാഹനം. VX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം. VX-നകത്ത് സൺറൂഫ് അടക്കം വരുന്ന വാഹനം കൂടിയാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടില്ല. 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. VX-ൽ വരുന്ന മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അലോയ്സ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, പിന്നെ ഡുവൽ എയർ ബാഗ്, ABS, പാഡൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, അങ്ങനെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഹോണ്ട സിറ്റി VX എന്നുള്ള വരുന്ന വാഹനം. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സ് വരുന്നുണ്ട്. പിന്നെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോമിൻ്റെ ഒരു ഫിറ്റിംഗ്സ് അഡീഷണൽ ഇതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലകത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ സൺവൈസറിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ചില ഭാഗങ്ങളിൽ ഒരു ക്രോം ഫിറ്റിംഗ്സ് അഡീഷണൽ ചെയ്തതിന് ശേഷം ഒന്നും കൂടി വാഹനം ഒന്ന് കാണുന്ന ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു അട്രാക്ഷൻ, കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ അതിൻ്റെ സീറ്റ് ഓവർ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കവർ എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വാഹനം ഇറങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു കവറാണ്. അപ്പോൾ അതിൻ്റെ യൂസ് കൊണ്ട് ചെറിയ രീതിയിൽ അതൊരു ഫേഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവറാണ് അതിനകത്ത് ഈ ഒരു വേരിയൻ്റ് അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാലപ്പഴക്കം കൊണ്ട് ചെറിയൊരു ഫേഡിങ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ പോരായ്മ. ഈ കോ ഡ്രൈവറിൻ്റെ ഭാഗങ്ങളിലൊന്നും അങ്ങനത്തെ പോരായ്മയില്ല. ഈ ഡ്രൈവർ സൈഡിൻ്റെ ഈ ഒരു ചെറിയ ഭാഗങ്ങൾ, ചില എഡ്ജ് ഭാഗങ്ങളിൽ മാത്രമാണ് ചെറിയ രീതിയിൽ ഫേഡായി തുടങ്ങിയിട്ടുള്ളത്. അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റീരിയോൻ്റെ ഡിസ്പ്ലേക്ക് അകത്തും ചെറിയ പാടുകൾ, അത് എനിക്ക് ഡിസ്പ്ലേ പോയതാണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കീ എടുത്തിട്ടില്ല. പിന്നെ അല്ലാത്ത രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. CVT അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനം. ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെന്ന് വെച്ചാൽ റൈഡിങ് കംഫർട്ട്, യാത്രാ കംഫർട്ട്. നമ്മൾ മാരുതിയുടെ സിയാസ് പോലെ തന്നെ അതേ സെയിം ആസ്പെക്റ്റിൽ നമുക്ക് യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഹോണ്ടയുടെ സിറ്റി എന്നുള്ള വാഹനം. ബോണ്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കും. ചെറിയൊരു ലൈനിപ്പോൾ എങ്ങനെ നോക്കിയപ്പോൾ ചെറിയൊരു ഡെൻറ്റ് ഇവിടെ കാണാനുണ്ട്. അത് മാത്രമാണ് ഫ്രണ്ടിൽ നിന്നൊരു നെഗറ്റീവായിട്ട് ഈ വാഹനത്തിനകത്ത് പറയാനുള്ളത്. പിന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജ് അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല, പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IVTEC എഞ്ചിൽ ഒരിക്കലും ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും സാധാരണ ഇതിൽ വരാറില്ല. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ഹോണ്ട സിറ്റി, അതും 2015 മോഡൽ CVT VX വരുന്ന സൺറൂഫ് വരുന്ന വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 6,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 6,10 അതിന് നെറ്റ് പ്രൈസ് വരുന്നത്. 5,50, 5,60 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. ഒരു 50,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സെഡാൻ ഓട്ടോമാറ്റിക് വാഹനം CVT ഗിയർ ബോക്സിൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം ഒരു 12 to 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം മഹീന്ദ്രയുടെ മറ്റൊരു SUV സെഗ്മെൻറ്റ് വാഹനം മഹീന്ദ്ര KUV K8 ഡീസൽ എഞ്ചിൻ വരുന്ന 2017 മോഡൽ 75,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ KL 07, വീണ്ടും 07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഡുവൽ ടോണിലൊക്കെ വന്നിട്ടുള്ള സിൽവർ ആൻഡ് ബ്ലാക്ക് കളറിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഫുൾ ഓപ്ഷൻ വാഹനം. അത്യാവശ്യം നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീൽ ചെയ്യുന്ന മറ്റൊരു വാഹനം കൂടിയാണ്. ഡുവൽ ടോണൊക്കെ വന്നുകൊണ്ട് ഒരു ബോണ്ടിനകത്തൊരു മിററൊക്കെ അഡീഷണൽ ചെയ്തതിനു ശേഷം ഒരു ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണിത്. ഡീസൽ ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട ശേഷം 20-ന് മുകളിൽ നമുക്ക് മൈലേജും കിട്ടും. എല്ലാ ഫീച്ചേഴ്സ് സൗകര്യങ്ങൾ കാര്യം നല്ലൊരു റൈഡിങ് കംഫർട്ട്, യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് KUV എന്നുള്ള വാഹനം. ആകെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു തുരുമ്പിനെ മാത്രം പേടിച്ചാൽ മതി. വാഹനത്തിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മെക്കാനിക്കൽ ഭാഗങ്ങളൊന്നും നോക്കേണ്ട, തുരുമ്പ് വരുന്നത് മാത്രം ശ്രദ്ധിക്കണം എന്നുള്ള മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും ഞാൻ പറയുന്നതാണ്. അത് മാത്രമാണ് മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് പോരായ്മയായിട്ടുള്ളത്. K8 ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കാമല്ലോ, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% 4 ടയേഴ്സും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ്, നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കമ്പനി സ്റ്റീരിയോ ഒരു ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗിയർ ലീവർ വരുന്നത് ഡാഷ്ബോർഡിൻ്റെ ഭാഗത്താണ് ഗിയർ ലീവർ വരുന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 സീറ്റായിട്ടും ഈ വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാൾക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് ഈ വാഹനം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡ് റെസ്റ്റ് ആയിട്ടും അല്ല ഫ്രണ്ടിൽ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വീതിയുള്ളൊരു ഹാൻഡ് റെസ്റ്റ് ആയിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. പിന്നെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ്, ഒരു രക്ഷയില്ലാത്ത മൈലേജാണ് വാഹനത്തിന് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ലഭിക്കുക. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുരുമ്പിനെ നിങ്ങൾ പേടിക്കേണ്ടത്. തുരുമ്പ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ്, ഈ ഒരു മൂലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഇതിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗങ്ങൾക്കൊന്നും നോക്കുക ഈ കഴിഞ്ഞാലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഒരു സൈഡ് അതേപോലെ നോക്കാം, ഈ ഭാഗങ്ങളിലൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തുരുമ്പുള്ള എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും, ചെറിയതായിട്ടെങ്കിലും തുരുമ്പില്ലാതിരിക്കില്ല. അത് മഹേന്ദ്രയുടെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ എത്ര നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും തുരുമ്പുണ്ടാവും. ഈ ബോണ്ടിൻ്റെ ഉന്നർ ഭാഗങ്ങളിലൊക്കെ ശരിക്കും വരാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ കാണാനില്ല. ഇനി എടുക്കുന്ന ഒരാളും അതേപോലെ നമ്മൾ വെയിലത്ത് മഴയത്തുനിന്ന് സാധാരണ വാഹനങ്ങൾ ഇടുന്ന പോലെ ഇട്ട് റഫായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള തുരുമ്പ് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു യാത്രാ കംഫർട്ട് ഇടുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് KUV ഡീസൽ എഞ്ചിനിൽ വരുന്ന 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,60,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 3,25, 3,30 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു SUV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടിയാണ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നത്. ഏകദേശം 8 to 8,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം ഫോക്സ്വാഗണിൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം, അതും ലോ ബഡ്ജറ്റിൽ വരുന്ന മറ്റൊരു വാഹനം കൂടിയാണ്. 2011 മോഡൽ ഫോക്സ്വാഗൺ പോളോ ഹൈലൈൻ വേരിയൻ്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 67,000 കിലോമീറ്റർ ഓടിയുള്ള KL07. വീണ്ടും 07 വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങളും ഇന്നിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൈലൈൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. അലോയ്സ് വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വേരിയൻ്റാണ് ഹൈലൈൻ. ട്രെൻഡ് ലൈൻ, കംഫർട്ട് ലൈൻ എന്നുള്ള 2 വേരിയൻസ് ഇതിൻ്റെ താഴേക്കും വരുന്നുണ്ട്. ഹൈലൈൻ ആയതുകൊണ്ട് ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറും കൂടിയാണ് പോളോയിൽ റെഡ് കളർ എന്നുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന ഡീസലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഡീസൽ ഞാൻ ഒരിക്കലും ഒരാൾക്കും സജസ്റ്റ് ചെയ്യില്ല. ഈ 2011, 12 മോഡൽ വാഹനങ്ങൾക്കൊന്നും ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു വാഹനം കൂടിയാണ് ഡീസലിൽ പോളോ എന്നുള്ള വാഹനം. കാരണം അത് മെയിൻ്റനൻസ് വളരെ കൂടിയൊരു വാഹനമാണ്. ചിലപ്പോൾ എല്ലാവർക്കും കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത വാഹനം കൂടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റനൻസ് താരതമ്യേന ഡീസലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും മെയിൻ്റനൻസ്. പിന്നെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങൾ, ഡാമേജ്, മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% 4 ടയേഴ്സും വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത 3 സിലിണ്ടർ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. ഏകദേശം ഒരു 16 to 17 റേഞ്ചിൽ നമുക്ക് പെട്രോളും മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടിയ സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ഒരു സ്റ്റീരിയോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനത്തിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട പരിക്കോ അല്ലെങ്കിൽ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്റീരിയർ ഭാഗങ്ങളിൽ പറയാനില്ല. പിന്നെ മൈലേജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഞ്ചിൻ സൈഡ് ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്ക ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. ഒരിക്കലും റീപേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു 11ൻ്റെ പഴക്കമായത് ഇത്രയും വർഷമായ 2011 ആകുമ്പോൾ 13 വർഷത്തോളമായ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളിലും കിട്ടുന്നുണ്ട്. കാര്യം പിന്നെ ബോണ്ടിൻ്റെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു 13 വർഷത്തെ പഴക്കം കിട്ടുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളോ തട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ കളർ, ആ ഒരു യെല്ലോ ഷെയ്ഡിങ് കളർ, ആ 11-12 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്തൊരു വാഹനം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പോളോ വോക്സ്വാഗണിൻ്റെ വാഹനങ്ങൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ഒറിജിനൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വോക്സ്വാഗൺ ഇന്ത്യ എന്നുള്ളൊരു സ്റ്റിക്കർ ഇവിടെ ഈ നോൺ പൊല്യൂഷൻ സ്റ്റിക്കർ അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിനകത്ത് എന്തെങ്കിലും ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളൊക്കെ കിട്ടിയ വാഹനമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റുള്ള വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വാഹനം അത്തരത്തിലൊരു വാഹനമാണ്. ഇത് 11 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. പെട്രോൾ എഞ്ചിൻ 60-something കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നെറ്റ് പ്രൈസിൽ 2,65,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് അടക്കം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം 2 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും. അതും 2 വർഷത്തെ മാസത്തവണയോട് കൂടിയാണ്, 2 വർഷം 24 EMI കൂടിയാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ വാഹനം ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങളാണ്. 2 വാഹനങ്ങളുണ്ട്. ഒരു ബ്രസ കൂടി നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് പുതിയ സ്റ്റോക്കിൽ നിന്ന് കയറുന്നുണ്ട്, ലിസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇത് 2019 മോഡൽ ടാറ്റ നെക്സോൺ XM വേരിയൻ്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയ വാഹനം. 0 ഡൗൺ പേയ്മെൻറ്റ് ആകുമ്പോൾ എന്താണ് നെഗറ്റീവ് എന്നുള്ളത് ആലോചിക്കുണ്ടാകും. ഇതിൻ്റെ ക്ലസ്റ്റർ മാറിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ നെഗറ്റീവ്. 85,000 ജെനുവിൻ അല്ല എന്നുള്ളതാണ് നെഗറ്റീവ് ഉള്ളത്. KL64 ചാലക്കുടി രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനം. വേറെ പരിക്കോ കാര്യങ്ങളോ ഉപാകത കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന
പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാഹനം. എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റാണ് വരുന്നത്. ഇതിന് തൊട്ട് മുകളിൽ XT, അതിൻ്റെ മുകളിൽ XZ എന്നുള്ള 4 വേരിയൻസ്, തൊട്ട് താഴെ XC എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് നെക്സോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50-60% 4 ടയേഴ്സും വരുന്നുണ്ട്. ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ട് ബമ്പറിൽ അവിടെയും, പിന്നെ അതേപോലെ ഫ്രണ്ടിലെ ഒരു ഫ്രണ്ട് അതൊക്കെ ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ട്. ഡിക്കിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ റീപെയിൻറ്റ് വർക്ക്, അങ്ങനെ ചെറിയ റീപെയിൻറ്റ് വർക്ക് മാത്രമാണ് അതിനകത്ത് വർക്കായിട്ട് വന്നിട്ടുള്ളത്. അല്ലാത്ത രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് കാറാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു കാറും കൂടിയാണിത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എക്സ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഒരു സ്റ്റീരിയോ കൊടുക്കുന്നുണ്ട്, അതിന് പകരം ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നത്, സെൻട്രൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ XM വേരിയൻറ്റിന് ഈ വാഹനം. എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്കോ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടർബോക്ക് വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം തന്നെ പറയാം. നെറ്റ് പ്രൈസ് ഒരു 580 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2019 മോഡൽ ടാറ്റ നെക്സോൺ XM, അതും 0 ഡൗൺ പേയ്മെൻറ്റ് 580 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13-14 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. സെയിം ഒരു 2018 മോഡൽ ബ്രസ ZA സിംഗിൾ ഓണർഷിപ്പിലുള്ള മറ്റൊരു വാഹനം 0 ഡൗൺ പേയ്മെൻറ്റിലുമായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് കയറുന്നുള്ളൂ. കേവലം 33K, 38, 38 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ ഉള്ള ZA നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനം. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരം നൈറ്റോട് കൂടി കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസിങ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം ഒരു 10-12ഓളം വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. ഇപ്പോൾ തന്നെ ഏകദേശം 12 വാഹനങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ആർക്കെങ്കിലും വാഹന സംബന്ധമായ സംശയങ്ങൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും സൈനിങ് ഔട്ട്. ബൈ.